ഹലോ ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇതാ ഇന്ന് നല്ലൊരു നൈറ്റ് വ്ളോഗായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് ഞങ്ങളൊരു സ്ഥലം വരെ പോവാണ്, ഒരു ഭോപ്പാൽ മേള എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതാ സ്റ്റോറിയിൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. എന്താണെന്നറിയോ? ഒരു 500 രൂപ ഞങ്ങളുടെ ഫുള്ള് മേളയിൽ എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു 500 രൂപ മാത്രമേ ചിലവ് ചെയ്യുന്നുള്ള ഒരു ബെറ്റിലാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഇതാ ഞങ്ങൾ BMW ഒക്കെ സ്റ്റാർട്ടാക്കി. ഒരുപാട് സ്ഥലമുണ്ട് ഞങ്ങൾ വണ്ടിയിൽ ഇരിക്കാൻ. പക്ഷെ ഞങ്ങൾ 3 പേര് മാത്രമേ ഇരുന്നുള്ളൂ. ഇനി ഒരുപാട് പേർക്ക് ഇരിക്കാനുള്ള സ്ഥലം അതിനകത്തുണ്ട്. അങ്ങനെ ഇതാ ഞങ്ങൾ ഡെസ്റ്റിനേഷനിലെത്തി. സത്യം പറ, നിങ്ങൾക്ക് എന്താ പറ്റിയത്? വർഷങ്ങളായി ഉറങ്ങിക്കിടന്ന എന്നിലെ കലാകാരൻ ഉണർന്നു. എന്റെ മനസ്സാണ്. അപ്പോൾ ഇതാ 3 പേര് പോയാൽ 3G ആവുമെന്ന് എല്ലാവരും പറയാറുണ്ട്. ഞങ്ങൾ ശരിക്കും ഫസ്റ്റ് തന്നെ പോയി 3G ആയ ഒരു കാര്യമാണ് ആദ്യം നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഞങ്ങൾ BMW പാർക്ക് ചെയ്യാൻ സ്ഥലം അവിടെ ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ എങ്ങനെയൊക്കെയോ ഞങ്ങൾ സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇതാ ഞങ്ങൾ ഫസ്റ്റ് തന്നെ 3G ആവാനാണ് പോയത്. എല്ലാവരും അവിടെ ഫിഷ് മ്യൂസിയം ഉണ്ടെന്ന് പറഞ്ഞ് എല്ലാവരും നല്ല തിക്കും തിരക്കുമായിരുന്നു കയറി ചെല്ലാനൊക്കെ ആയിട്ട്. അങ്ങനെ ഇതാ എന്താണെന്നറിയാൻ വേണ്ടി ഞങ്ങളും പോയപ്പോൾ ഒരു മീൻ ചന്ത, ശരിക്കും ഈ ചള്ളയിലെയും ചളിയിലെയും മീനൊക്കെ പിടിച്ച് കുപ്പിയിലകത്തിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ചളിയിലെ മീൻ പോലും കണ്ടിട്ടില്ലാത്ത കുറേ ആൾക്കാർ തലകുത്തി മറിഞ്ഞ് അവിടെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. ചില മീനൊന്നും ജീവൻ പോലും ഇല്ല എണീറ്റ് ഓടാനുള്ള, അതുപോലത്തെ കുറേ ഐറ്റം. ായ അക്കോറിയൊക്കെ ആയിട്ട് ഇങ്ങനെ അതിൻ്റെ ഒരു ആർച്ച് പോലെയൊക്കെ അക്കോറിയം കെട്ടി തലയുടെ മേലൂടെയൊക്കെ പോകുന്ന പോലത്തെയൊക്കെ ഒരു പട്ടി ഷോ ആയിരുന്നു അവിടെ. പക്ഷേങ്കിൽ ആ മീൻ പാവം, അതിനൊന്നും ദീർഘശ്വാസം വലിക്കാനുള്ള സ്ഥലം പോലും, ഒന്ന് കോട്ടുവായി ഇടാനുള്ള സ്ഥലം പോലും ആ അക്കോറിയത്തിനകത്തില്ലായിരുന്നു. പിന്നെ ഇതാ എല്ലാവരും വീഡിയോയും ഫോട്ടോ ഒക്കെ ആയിട്ട് കുറേ പട്ടി ഷോ, അപ്പോൾ ഞാനും കുറേ പട്ടി ഷോ ഒക്കെ ചെയ്തു. അങ്ങനെ ഞങ്ങളിതാ പുറത്തിറങ്ങിയപ്പോൾ ഇതാ എൻ്റെ വേൾഡിലോട്ടാണ് ഞാൻ പോയത്. പാത്രങ്ങളും കപ്പുകളും, എനിക്ക് ഭയങ്കര ക്രേസിലൊരു ഒരു ലോകത്തോട്ട് തന്നെ ഞാൻ ചെന്നത്. പക്ഷെ നമ്മുടെ 500 രൂപയുടെ ബെറ്റ് നമ്മൾ മറക്കരുതല്ലോ. നമ്മൾ ആകെ ഫുൾ എൻജോയ്മെൻറ്റ് 500 രൂപയിൽ എക്സ്പ്ലോർ ചെയ്യാനുള്ള ബെറ്റ് വെച്ചിരിക്കുന്നത്. അപ്പം ഞാനിതാ കുറച്ച് എൻ്റെ ദില്ലിനെയൊക്കെ അങ്ങ് സ്ട്രോങ് ആക്കി അങ്ങ് നടന്നു. ഈ പാത്രമൊക്കെ കാണുമ്പോൾ എന്തോ കച്ചറ കൂട്ടി വെച്ച പോലെ തോന്നുന്നില്ലേ? പക്ഷേ നല്ല അടിപൊളി പാത്രം കേട്ടോ. എല്ലാം നല്ല ഡിസൈനായിട്ടുള്ള ഈ ഫ്ലവർ വേസും പിന്നെ കപ്പും, ഒരുപാട് ഐറ്റംസ് ഉണ്ട് അവിടെ, ഒരുപാട് ഐറ്റംസ്. ഇത് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഗെയിം കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സങ്ങ് പതറി. അപ്പോൾ അതാ ഫസ്റ്റ് 500 ഞങ്ങൾ ഖർച്ച ചെയ്യാൻ വേണ്ടി പോവാണ്, ചിലവാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇതാ 50 രൂപക്ക് 10 ഗൺ ഷൂട്ട് ചെയ്യാനുള്ള അവസരം നമുക്ക് അവർ തന്നത്. 10 ബലൂൺസ് നമുക്ക് ഉന്നം വെച്ച് പൊട്ടിക്കണം. അതാണ് ഫസ്റ്റ് ഗെയിം. അപ്പോൾ ഇതാ അവരുടെ അടുത്തുള്ള ഗണ്ണിന് ഒട്ടും ഭാരമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ 3 പേരും മാറി മാറിയാണ് ബലൂൺ പൊട്ടിച്ചേ.
ബാലൻസുള്ള 450 രൂപയും കൊണ്ട് ഞങ്ങൾ നെക്സ്റ്റ് ഗെയിമിലോട്ട്. ഇവിടെ ഇതാ 6 ബോൾ തരും. 6 ബോൾ നമ്മൾ ഇങ്ങനെ ത്രോ ചെയ്യണം. അവിടുന്ന് ഏതൊക്കെ നമ്പറിലാണ് പോകുന്നത് ആ നമ്പർ എല്ലാവരും കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഏത് നമ്പറാണ് വരുന്നത് ആ നമ്പറിലുള്ളൊരു ഗിഫ്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതാ നമ്മുടെ ബോളൊക്കെ ചെന്ന് ഇവിടെ നമ്പറൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയ ഒരു നമ്പർ വെച്ച് നമുക്കൊരു ഗിഫ്റ്റ് കിട്ടി. 50 രൂപയുടെ ചിലവ്, 50 രൂപയുടെ ഗിഫ്റ്റ്. ബബിൾസ് വാട്ടർ ഇല്ലേ അത്. നിങ്ങൾ ചാറ്റൽ മഴ, പെരുമഴ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇതാണ് ചെരുപ്പ് മഴ. ചെരുപ്പിൻ്റെ ഒരു ലോകം തന്നെയാണ്. എനിക്ക് ഏറ്റവും ക്രേസ് കൂടിയ സാധനം കേട്ടോ ചെരുപ്പ്, വാച്ച്, പിന്നെ കിച്ചൺ ഐറ്റംസും നല്ല കപ്പും പ്ലേറ്റൊക്കെ കണ്ട് എനിക്കങ്ങ് ഭയങ്കര ആക്രാന്താണ് വാങ്ങിക്കാൻ. കുറച്ചങ്ങ് നടന്നു പോയപ്പോൾ ഭയങ്കര ആൾക്കൂട്ടവും അലർച്ചയും. അപ്പോൾ അതെന്താണെന്നറിയാൻ വേണ്ടി ചെന്നപ്പോൾ ഇതാ അപ്പോൾ ഞങ്ങൾ റെയ്ഡ് കയറാൻ വേണ്ടി പോവാണ്. ഭയങ്കര അലറിച്ച് എല്ലാവരുടെയും. അത് കണ്ടപ്പോൾ അത് കയറാനുള്ളൊരു ക്യൂരിയോസിറ്റി കാരണം ഞങ്ങളും കൂടി ഒട്ടും പേടിയില്ലാത്തൊരു റൈഡിനകത്താണ് കയറാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ 50 രൂപയുടെ 2 ഗെയിം ഓൾറെഡി കളിച്ചല്ലോ. അപ്പോൾ 100 രൂപ പോയി. ഇനി 50 രൂപയുടെ റെയ്ഡ്, 3 പേർക്കുള്ള ടിക്കറ്റ് 150 രൂപ. അങ്ങനെ ഞങ്ങൾ ടോട്ടൽ 250 രൂപ 500 രൂപയിൽ നിന്ന് ഖർച്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഭയങ്കര ധൈര്യത്തോടെ ഞങ്ങൾ കയറുക. നല്ല സെക്യൂരിറ്റി ഉള്ള ഒരു റൈഡ് ആയതുകൊണ്ട് തന്നെ ഒരു സേഫ്റ്റി ബെൽറ്റോ ഒരു പിടിക്കാനുള്ള എന്തെങ്കിലും ഹാൻഡ് ഹോൾഡറോ ഒന്നും ഇവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ പരസ്പരം കരങ്ങൾ പിടിച്ച് ഒരാൾ വീണാൽ 3 പേരെയും കൊണ്ട് പോകാമെന്നുള്ള രീതിയിലിരുന്നു. കരഞ്ഞു. അത് ഹൃദയത്തിന്റെ ഭാരം കുറയ്ക്കും. ഇടയ്ക്കൊക്കെ എല്ലാരും കരയുന്ന നല്ലതാ. പറയടാ, നീ ആരാ? ലോലപ്പൻ ചക്കച്ചാൻ പറമ്പിൽ. ആരാ നിന്റെ പിന്നില്? അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ചെന്നിറങ്ങിയത് നേരെ അടുക്കളയിലോട്ടാട്ടോ. എല്ലാവരും ഫുഡിൻ്റെ പ്ലേറ്റിൽ മാത്രമേ നോക്കുന്നുള്ളൂ. ഫുൾ ഓഫ് ഈറ്റിംഗ്. അപ്പം ചെറുതായിട്ട് ഞങ്ങൾ വയറ് വിശന്ന് തുടങ്ങി. അപ്പോൾ ഇത് കണ്ടോ, ഈ ഡ്രാഗൺ ബ്രീത്ത് എന്ന് പറഞ്ഞൊരു ഡ്രിങ്കാണിത്. ചെന്ന് കയറിയപ്പോൾ തൊട്ട് പല സ്ഥലത്തും ഉണ്ടായിരുന്നു ഡ്രാഗൺ ബ്രീത്ത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ ഒരെണ്ണം വാങ്ങിച്ചു. 50 രൂപ സ്പെൻഡ് ചെയ്ത് ഒരു ഡ്രാഗൺ ബ്രീത്ത്. അപ്പോൾ ഇതിനകത്ത് അവർ ഐസാണോ എന്താണെന്ന് അറിയത്തില്ല, എന്തോ ഒരു സാധനം ഇട്ട് കഴിഞ്ഞാൽ ഡ്രാഗൺ മൂക്കിനകത്തൊന്നും വായിക്കാത്തതെന്നൊക്കെ പറന്ന് പുറത്തിറങ്ങുന്ന പോലെ തോന്നി. പിന്നെ ഞങ്ങളുടെ ഓൾ ടൈം ഫേവറേറ്റായ ദഹിപൂരി കഴിച്ചു. അത് നല്ല ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. പിന്നെ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ വയറ് നിറയ്ക്കാനുള്ള ഇവിടെയുള്ള എളുപ്പപ്പണിയാണ് പാനിപൂരി, ദഹിപൂരി, ഇതൊക്കെ നല്ലതായിരുന്നു കേട്ടോ.
സാധാരണ നല്ല ടേസ്റ്റ് ഉണ്ടാവുന്ന സാധനമാണ്. ഇപ്പോൾ ഇത് എണ്ണ വളിച്ചതാണോ ഉരുളക്കിഴങ്ങ് വളിച്ചതാണോ അറിയത്തില്ല, ഒരു വാട്ട് വെള്ളം പോലത്തെ സാധനം. ഞങ്ങളത് കളഞ്ഞു. അപ്പോൾ ഞങ്ങളതിന് കാശ് കൊടുത്തില്ല. അപ്പോൾ ഇതാ പാനിപ്പൂരിക്കും ദഹിപ്പൂരിക്കും കഴിച്ച് 30 രൂപ മാത്രമേ സ്പെൻഡ് ആയുള്ളായിരുന്നു. പിന്നെ ഞങ്ങൾ വിട്ടത് മധുരം കഴിക്കാനാണ്. മധുരം അത് നിർബന്ധമാണല്ലോ. അങ്ങനെ ഇതാ ഞങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയി റബഡി ജിലേബി. ജിലേബിക്കകത്ത് പാലോട് ഉണ്ടാക്കി റബഡി എന്ന് പറയുന്ന ഒരു ഗ്രേവി ഒഴിച്ച് തരും. നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ. ഈ ജിലേബിയൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ മിച്ചമുള്ള 150 രൂപയായിട്ട് ചെന്നത് പാൻ കഴിക്കാനാണ്. ഇവിടെ ഇതാ ഫയർ പാൻ, സ്മോക്ക് പാൻ, മീഠ പാൻ, ചോക്ലേറ്റ് പാൻ, പല വെറൈറ്റി ഓഫ് പാൻ ഉണ്ടായിരുന്നു. മീഠ പാൻ, ചോക്ലേറ്റ് പാനൊക്കെ ഞാൻ ഇതിന് മുന്നേ ട്രൈ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതാ എൻ്റെ കൂടെ ഉള്ള ഒരാൾ സ്മോക്ക് പാനാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. അവളുടെ ബോധം അന്നേരം പോയതാണ്. ഇപ്പോൾ ഇതുവരെ വന്നിട്ടില്ല. പിന്നെ ഇതാ ഞാൻ വാങ്ങിച്ചത് സ്വീറ്റ് പാനാണ്. രൂപ ഫിനിഷായിരിക്കാണ്. ഞങ്ങൾ ഗെയിമും കളിച്ചു, റൈഡിലും കയറി, ഭക്ഷണം കഴിച്ചു, എൻജോയ്മെൻറ്റ് ചെയ്ത് 500 രൂപ കലാസ്. പിന്നെ ഇതാ ഞങ്ങൾ മേളിൽ നിന്ന് പുറത്തിറങ്ങി. അപ്പോൾ ഇതാ അവിടെ കാശ്മീരിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ഡ്രസ്സിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു. കാശ്മീരിക്കാർ സെയിൽ ചെയ്യുന്നത്. അവരുടെ ഹാൻഡ് വെച്ച് തന്നെ തയ്ക്കുന്ന ഈ എംബ്രോയിഡൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന ഒരുപാട് ഹാൻഡ് മെയ്ഡ് ഡ്രസ്സുകളുണ്ടായിരുന്നു. നല്ല ഇഷ്ടമായിട്ടോ ഞങ്ങൾക്ക് ഒരുപാട്. അങ്ങനെ അതാ അങ്കിൾ അവിടെ ഈച്ചയും ആട്ടിയിരിക്കുമായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോൾ അതാ അങ്കിളിന് ഭയങ്കര എന്താ പറയുക എനർജിയായി. ഞങ്ങൾ ചെന്ന് ഓരോ ഡ്രസ്സൊക്കെ ഞാൻ ചോദിച്ച് ട്രൈ ചെയ്തപ്പോൾ. അപ്പോൾ അങ്ങനെ അവിടുന്ന് ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ 2-3 ഡ്രസ്സ് വാങ്ങിച്ചു. അപ്പോൾ ഇതാ ഇവിടെ എത്തിയപ്പോൾ കേട്ടോ ശരിക്കും ഞങ്ങളെ പോക്കറ്റിൽ കയറിയ ഓരോ ഡ്രസ്സിനും ഹാൻഡ് മെയ്ഡ് ആയതുകൊണ്ട് തന്നെയാണ് 1000, 2000 എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ നല്ല ഡ്രസ്സായതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഷോപ്പിംഗ് ചെയ്ത് കേട്ടോ, കാണിക്കാം. പിന്നെ ഇതാ ഞങ്ങൾ സ്ഥിരം മഡ്ക ചായയും കുടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് വന്നു. എനിക്ക് ഒരു പേഴ്സണലായിട്ടൊരു കാര്യം പറയാനുണ്ട്. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.